വാരണാസി എന്ന വാക്കിൻ്റെ അർത്ഥം വരുണ നദിയുടെയും അസി നദിയുടെയും സംഗമസ്ഥാനം എന്നാണ്. വാരണാസിയുടെ വടക്കു ഭാഗത്ത് ഗംഗയോട് ചേരുന്ന നദിയാണ് വരുണ. അതുപോലെ തെക്കു ഭാഗത്ത് ഗംഗയോട് ചേരുന്ന നദിയാണ് അസി. ഇത് ജിയോഗ്രഫിക്കലായുള്ള അർത്ഥമാണെങ്കിലും ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ച് ഫിലോസഫിക്കൽ അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്ന് ഇതാണ്: വാരണ എന്നാൽ തടയുന്നത് എന്നും അസി എന്നാൽ അശുദ്ധിയെ തീർക്കുന്നത് എന്നുമാണ്. ഈ രണ്ട് വാക്കുകളും ചേരുമ്പോൾ ഉണ്ടാകുന്നത് അജ്ഞതയെ തടയുകയും അശുദ്ധിയെ തീർക്കുകയും ചെയ്യുന്ന ഇടം അഥവാ മോക്ഷസ്ഥലം എന്ന അർത്ഥമാണ്. പറഞ്ഞു വന്നത് എസ് രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ വാരണാസിയെക്കുറിച്ചാണ്. വാരണാസിയുടെ അനൗൺസ്മെൻറ്റ് ടീസർ ഡീകോഡ് ചെയ്യുകയാണ് ഇന്ന്. കുറച്ച് ഫാൻ തിയറികളും ഞാൻ കേട്ടിരുന്നു, അതും ഈ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ടീസർ തുടങ്ങുന്നത് നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥം അഥവാ മിൽക്കി വേ കാണിച്ചുകൊണ്ടാണ്. എവിടെ നിന്ന് ഒരു ചിഹ്നഗ്രഹം അഥവാ ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ആദ്യ വിഷ്വൽസിൽ കാണുന്നത്. ഗാലക്സി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് തുടക്കത്തിൽ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയൊക്കെ പേരുകൾ കാണിക്കുന്നത്. ടീസർ തുടങ്ങുന്നത് 512 CE അഥവാ ക്രിസ്തീയ വർഷം 512 വാരണാസി കാണിച്ചുകൊണ്ടാണ്. വാരണാസി ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു മതാധിഷ്ഠിതമായ നഗരമാണ്. പ്രധാനമായും പരമശിവനെയാണ് ആരാധിക്കുന്നത്. വേദാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും യാഗങ്ങളും വളരെ ശക്തി പ്രാപിച്ചിരുന്ന കാലഘട്ടമാണ് 512 CE. സ്കന്ദഗുപ്തയുടെ കാലശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പതനം ആരംഭിച്ച കാലഘട്ടവും ഇതുതന്നെയാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിന് ശേഷം വാരണാസിയിൽ തദ്ദേശീയമായ ഭരണങ്ങളും അതോടൊപ്പം ബ്രാഹ്മണരുടെ സ്വയം ഭരണങ്ങളുമാണ് ഉണ്ടായത്. ശിവാരാധന ഏറ്റവും ശക്തമായിരുന്ന കാലഘട്ടവും 5-6 നൂറ്റാണ്ടുകളായിരുന്നു. ക്ഷേത്രങ്ങളും ആരാധനകളും വ്യത്യസ്ത വിഭാഗങ്ങളുടെ വളർച്ചയും അതോടൊപ്പം ഗംഗാനദി പ്രധാനമായുള്ള വാണിജ്യ പ്രവർത്തനങ്ങളും വാരണാസിയിൽ നടന്നിരുന്നു. വാരണാസിയിലെ ഒരു യാഗസ്ഥലമാണ് ടീസറിൽ കാണിക്കുന്നത്. ഒരു യാഗം മാത്രമല്ല, അതിനടുത്തായി മറ്റ് യാഗങ്ങളും നടക്കുന്നുണ്ട് എന്ന് കാണാം. ശവസംസ്കാരങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലം കൂടിയാണ് വാരണാസിയെങ്കിലും ടീസറിൽ കാണിച്ചിരിക്കുന്നത് ഒരു യാഗം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാകും. തീക്കുണ്ഡത്തിലേക്ക് തീ ആളിക്കത്തുവാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കാണാം. 2 ഭാഗങ്ങളിലുമായി മറ്റ് 2 യാഗങ്ങൾ കൂടി നടക്കുന്നത് കാണാം. പകൽ തുടങ്ങുന്ന യാഗം രാത്രിയിലേക്ക് നീങ്ങുന്നതും ഈ വിഷ്വൽസിൽ നിന്ന് വ്യക്തമാണ്. യാഗഭൂമിയിലെ തീയിൽ നിന്നും വിഷ്വൽസ് നേരെ പോകുന്നത് ശൂന്യാകാശത്ത് നിന്നും വരുന്ന ഒരു ആസ്ട്രോയിഡിലേക്കാണ്. ആസ്ട്രോയിഡ് ശംഭാവി. ശംഭാവി എന്ന വാക്കിൻ്റെ അർത്ഥം ശിവനിൽ അടങ്ങിയത്, ശിവശക്തി, ശിവനിൽ നിന്നും ഉത്ഭവം കൊണ്ടത് എന്നൊക്കെയാണ്. ഇത് നടക്കുന്നത് 2027 CEയിലാണ്. ഈ ചിഹ്നഗ്രഹത്തിൻ്റെ ഒരു ഭാഗം വീഴുന്നത് അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫ് ഭാഗത്താണ്. ആകാശത്ത് പറക്കുന്ന അന്റാർട്ടിക് പെട്രൽ പക്ഷികളെയൊക്കെ കാണാം. റോസ് ഐസ് ഷെൽഫിലേക്ക് എക്സ്പ്ലോറേഴ്സ് കയറി പോകുന്നതും അവർ പെട്ടെന്നുണ്ടായ അപകടത്തിൽ താഴേക്ക് വീഴുന്നതും അതോടൊപ്പം ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിൽ ബോട്ടിൽ ഇരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. മിക്കവാറും ശിവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടെത്താൻ ആളുകൾ ശ്രമിക്കുന്നതും അപ്പോൾ ശിവശക്തി കൊണ്ട് അപകടം ഉണ്ടായതും ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഐസ് ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ കയറി പോകുന്നത് മഹേഷ് ബാബുവിൻ്റെ ക്യാരക്ടർ രുദ്രയാണെന്ന് തോന്നുന്നു. വിഷ്വൽസ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കടലിൻ്റെ അടിയിലായി മഞ്ഞുമലയുടെ ബാക്കി കാണാം. അതോടൊപ്പം മഞ്ഞ് തകർന്ന് വെള്ളത്തിലേക്ക് വീണ ആളുകളും മഞ്ഞ് പാറകളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും കാണാം. പുരാതനമായ ഒരു പായ്ക്കപ്പൽ ഇതേ മഞ്ഞുമലയുടെ അകത്തായി തകർന്ന് മഞ്ഞിൽ ഉറഞ്ഞു പോയതും കാണിച്ചിട്ടുണ്ട്. കാലങ്ങളായി അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫിലേക്ക് എന്തോ ദൈവിക ശക്തി അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാവും. പിന്നീട് ആഫ്രിക്കയിലെ കെനിയയിലെ അംബോസിലി വനമാണ് കാണിക്കുന്നത്. ആ വന്യപ്രദേശത്തേക്ക് ഒരാൾ പാരച്ചൂട്ടിൽ വന്നിറങ്ങുന്നതും കാണാം. ഇത് 2027 CE തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. വനത്തിൻ്റെ ഏറ്റവും പുറകിൽ കാണുന്നത് കിളിമഞ്ചാരോ പർവ്വതമാണ്. ഈ ഒരു വിഷ്വൽ വളരെ വിയേർഡായി തോന്നി. കാരണം അകലെയുള്ള ജിറാഫും അടുത്തുള്ള പോത്തിൻകൂട്ടങ്ങളുമൊക്കെ പരക്കം പായുമ്പോൾ ആനയും സീബ്രയും മറ്റ് മൃഗങ്ങളുമൊക്കെ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. പോത്തുകൾ ഓടി വരുന്നത് അങ്ങ് അകലെ നിന്നാണ്. ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കാം അപകടം നിറഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുന്നത്. പാരച്ചൂട്ടിൽ വന്നിറങ്ങുന്നത് രുദ്രയായിരിക്കാം. ശേഷം രാത്രിയിലെ അംബോസിലി വനം കാണിക്കുന്നു. അകലെ രാത്രിയിലെ നിലാവെളിച്ചതിൽ കിളിമഞ്ചാരോ പർവ്വതം. നദിയിലെ ഹിപ്പോപ്പൊട്ടാമസുകളുടെ ആക്രമണത്തിൽ നിന്നും ഒരു കുരങ്ങനെ രക്ഷിക്കുവാനായി നദിക്കരയിൽ നിന്നും ഒരാൾ കയറിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. വഞ്ചിയിൽ കയറി നദി കടക്കുവാൻ വേണ്ടി നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന കയറാണത്. ആ കയർ പൊട്ടി കുരങ്ങൻ വെള്ളത്തിൽ വീണതാവാം. അപ്പോഴേക്കും മറുകരയിലെത്തിയ രുദ്രയും സംഘവും കയർ ഉയർത്തി കുരങ്ങിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന രംഗമാവാം അത്. രുദ്ര എന്തോ തേടിയാണ് അംബോസിലി വനപ്രദേശത്ത് എത്തിയത് എന്ന് നിശ്ചയമാണ്. അത് പുരാതനമായ എന്തോ ഒന്നാണ്. ഇനി വല്ല കോമ്പസോ മാപ്പോ വല്ലതോ ആണോ എന്നറിയില്ല. രുദ്രയുടെ കൂടെയുള്ളത് മന്ദാകിനിയാണെന്ന് തോന്നുന്നു. അതൊരു സ്ത്രീ കഥാപാത്രമാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കുംഭയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം ആഫ്രിക്കയാണ്. ഒരുപാട് പട്ടാളക്കാരുടെയും ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് കുംഭ വരുന്നത്. സ്ഥലം ആഫ്രിക്കയാണെന്ന് പറയാൻ കാരണം പോസ്റ്ററിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ബൗബാബ് മരങ്ങളാണ്. ഇത് ആഫ്രിക്കയിൽ കൂടുതലായി കാണപ്പെടുന്ന മരങ്ങളാണ്. ശേഷം വിഷ്വൽസ് നേരെ പോകുന്നത് ഉഗ്രപട്ടി കേവിലെ വനാഞ്ചലിലേക്കാണ്.
തകർന്നു വീണ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ ഹിന്ദു താന്ത്രിക ദേവതയായ ചിന്നമസ്ത ദേവിയുടെ കല്ലിൽ കൊത്തിയ വലിയ രൂപം, അതിന് താഴെ ഒരാൾ യാഗം നടത്തുന്നുണ്ട്. മുകളിൽ നിന്നും വീഴുന്നത് മന്ദാകിനിയാണ്. മന്ദാകിനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ഇതേ സ്ഥലത്ത് ഷൂട്ടൗട്ട് നടക്കുന്നതായിരുന്നു. അതോടൊപ്പം മന്ദാകിനിയെ രക്ഷിക്കാൻ രുദ്ര ശ്രമിക്കുന്നതും കാണാം. നിലത്ത് ഒരുപാട് തലയോടുകൾ കുത്തി നിർത്തിയിരിക്കുന്നു. അതിന് നടുവിലിരുന്നാണ് യാഗം നടത്തുന്നത്. ചുറ്റും ഒരുപാട് ആളുകൾ രുദ്രയെയും മന്ദാകിനിയെയും തടയാൻ ശ്രമിക്കുന്നത് പോലെയും അവരുടെ കയ്യിൽ തോക്കുള്ളതായും കാണാം. യാഗം നടത്തുന്നത് ഒരു മഹർഷിയെപ്പോലെ വേഷം ധരിച്ചയാളാണ്. അടുത്തുള്ള തലയോടുകൾ ഇതിനു മുൻപേ ബലി നൽകിയവരുടേതാവാം. സാധാരണ സിനിമകളിൽ ഒന്നും തന്നെ കണ്ടുവരാത്ത ഒരു ദുർദേവതയാണ് ചിന്നമസ്ത ദേവി. ചിന്നമസ്ത ദേവിയുടെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്. ഹിന്ദു താന്ത്രിക ആചാരങ്ങളിലെ ശക്തരായ 10 മഹാവിദ്യാ ദേവതകളിലെ ഒരാളാണ് ചിന്നമസ്ത ദേവി. പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമാണ് ചിന്നമസ്ത ദേവി. ഒരിക്കൽ മന്ദാകിനി നദിയിൽ, ഗംഗാനദിയുടെ മറ്റൊരു പേരാണ് മന്ദാകിനി നദി, അവിടെ പാർവതി ദേവിയും തോഴിമാരായ ദക്ഷിണയും വരാഹിയും കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞപ്പോൾ ദക്ഷിണയ്ക്കും വരാഹിക്കും അത്യധികമായ വിശപ്പ് അനുഭവപ്പെട്ടു. അത് ഭക്ഷണത്തോടുള്ള വിശപ്പ് ആയിരുന്നില്ല, പകരം അവരുടെ ഉള്ളിലെ സ്പിരിച്വൽ എനർജി അഥവാ ആത്മീയ ഊർജത്തിനെ ശമിപ്പിക്കാനുള്ള വിശപ്പായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ പാർവതി ദേവി വാളെടുത്ത് സ്വന്തം തലയറുത്തു. അതിൽ നിന്നും 3 ശാഖകളിലൂടെ രക്തമൊഴുകി. അതിലൊന്ന് പാർവതി ദേവിയുടെ അറുത്തുമാറ്റപ്പെട്ട ശിരസിലൂടെ ഒഴുകിയിറങ്ങി. മറ്റ് 2 രക്തശാഖകൾ ദക്ഷിണയുടെയും വരാഹിയുടെയും വിശപ്പകറ്റി. ഒരേ സമയം തൻ്റെ വിശപ്പകറ്റുന്നതിനും മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്നതും, അതായത് സൃഷ്ടിയെയും അതോടൊപ്പം ഉപഭോഗത്തെയും പ്രതിനിധീകരിക്കുന്ന പരാശക്തിയായാണ് പാർവതി ദേവിയുടെ ഈ മാറ്റത്തെ കാണുന്നത്. ഇതാണ് ചിന്നമസ്ത ദേവി. തോഴിമാരായ ദക്ഷിണ വരാഹിമാർ ജയ വിജയ എന്നും ഡാകിനി വജ്രിണി എന്നും അറിയപ്പെടാറുണ്ട്. വിഷ്വലിലെ ഭീമാകാരമായ ദേവീരൂപം ശ്രദ്ധിച്ചാൽ ദേവി നിൽക്കുന്നത് 2 പേരുടെ മുകളിലാണ്. അത് സംയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമദേവനും രതിദേവിയുമാണ്. ജീവശക്തി, ആഗ്രഹം, ത്യാഗം, പ്രപഞ്ചശക്തി എന്നിവയുടെ ഐക്യത്തെ സൂചിപ്പിക്കുകയാണ് ചിന്നമസ്ത ദേവി. താന്ത്രിക ആചാരങ്ങളിൽ ചിന്നമസ്ത ദേവിയെ പ്രകൃതിപ്പെടുത്തുന്നത് സ്ത്രീകളെ ആകർഷിക്കുവാനും കീഴ്പ്പെടുത്തുവാനും വേണ്ടിയാണ്. ഇവിടെ ദേവിയുടെ മുൻപിൽ തീക്കുണ്ടമൊരുക്കി പ്രാർത്ഥന ചെയ്യുന്നതായും പ്രാർത്ഥനയുടെ ഫലമായി മന്ദാകിനി ആകർഷിക്കപ്പെട്ട് വീഴുന്നതായും കാണിച്ചിട്ടുണ്ട്. രക്ഷിക്കാൻ ശ്രമിക്കുന്ന രുദ്രയെയും കാണാം. ഇതിന് ശേഷം കാണിക്കുന്നത് 7200 BCE അഥവാ ക്രിസ്തുവിന് 7200 വർഷം മുൻപ് ലങ്കാനഗരമാണ്. ത്രേതായുഗത്തിലെ രാമരാവണ യുദ്ധം. ഒരു വലിയ മരം പിഴുതെടുത്ത് എറിയുന്ന ഹനുമാൻ, അനേകം വാനരപ്പടകൾ, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. അകലെയായി ഭീമാകാര രൂപത്തിൽ കുംഭകർണൻ മലയും ചുമന്ന് ശ്രീരാമനെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നു. വാനര സൈനികർ ഒന്നിനു മുകളിൽ ഒന്നായി കയറി വലിയൊരു വാനര ഗോപുരമുണ്ടാക്കി അതിനു മുകളിൽ നിന്നുകൊണ്ട് പാഞ്ഞെടുക്കുന്ന കുംഭകർണനെ നേരിടുന്ന ശ്രീരാമൻ. പക്ഷെ രാമായണത്തിൽ എവിടെയെങ്കിലും ഒരു മങ്കി പിരമിഡ് ഉണ്ടാക്കിയതായും അതിനു മുകളിൽ കയറി നിന്നുകൊണ്ട് ശ്രീരാമൻ യുദ്ധം ചെയ്യുന്നതായും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സംശയം ശ്രീരാമൻ്റെ വാനര സൈന്യത്തിൻ്റെ കൊടിയാണ്. ടീസറിൽ കാണിച്ചിരിക്കുന്ന കൊടിയിൽ സൂര്യൻ്റെ ചിഹ്നമാണുള്ളത്. രാമായണത്തിൽ രാമൻ്റെ സൈന്യത്തിൻ്റെ കൊടിയടയാളം ഗരുഡനായിരുന്നു. പിന്നെ യുദ്ധം ചെയ്യുന്നത് കുംഭകർണനോടാണെന്ന് പറയാൻ കാരണം വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് കുംഭ എന്നായതുകൊണ്ടാണ്. കുംഭ എന്നത് കുംഭകർണനെ ആവാം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കുംഭകർണൻ്റെ മക്കളായ കുംഭ, നികുംഭ എന്നിവരിൽ മൂത്തയാളായ കുംഭയെ ആവാം. ഹനുമാൻ മരം പിഴുതെടുത്ത് എറിയുന്നത് കുംഭകർണൻ്റെ നേരെയാണ്. അതിനിടയിലാണ് രാമൻ കുംഭകർണന് നേരെ ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്നത്. കുംഭകർണനെ കൊല്ലുന്നത് ഓരോരോ അവയവങ്ങളായി മുറിച്ചു മാറ്റിയതിന് ശേഷമാണ്. വില്ലനായ കുംഭയും സമാനമായ അവസ്ഥയിലാണ്. അവയവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയൊന്നും ഇല്ലാത്ത അവസ്ഥ പോലെ തന്നെയാണ്. അവയവങ്ങൾക്ക് ശേഷിയില്ലാതെ വീൽ ചെയറിൽ. ആകാശത്തോളം വളർന്ന ഹനുമാന്റെ വാലിൽ ശ്രദ്ധിച്ചാൽ ഒരു രഥവും അതിനോട് ചേർന്നൊരു വീൽ ചെയറും ഓടുന്നത് കാണാം. അതിൽ രുദ്രയും കുംഭയുമാണ്. ടൈം ട്രാവൽ നടത്തി ത്രേതായുഗത്തിൽ ചെന്ന് രാമരാവണ യുദ്ധത്തെ മാറ്റിമറിക്കാനാണ് ഇവരുടെ യാത്ര. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ദിവ്യശക്തി അവിടെ നിന്ന് നേടിയെടുക്കാനും ആകും. കുംഭയുടെ നിലവിലെ വീൽ ചെയർ അവസ്ഥയിൽ അയാൾക്ക് ടൈം ട്രാവൽ മെഷീൻ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ലക്ഷ്യം മരണമില്ലാതാകുന്ന മൃതസഞ്ജീവനി നേടുക എന്നതാവാം. അതിനായിട്ടായിരിക്കാം രാമരാവണ യുദ്ധത്തിലേക്ക് ടൈം ട്രാവൽ നടത്തിപ്പോയത് എന്നൊരു തിയറി കേട്ടിരുന്നു. പക്ഷേ അപ്പോഴൊരു കുഴപ്പമുണ്ട്. രാമരാവണ യുദ്ധത്തിൽ കുംഭകർണൻ്റെ മരണശേഷം രാവണൻ്റെ മകൻ ഇന്ദ്രജിത്തിൻ്റെ പോരാട്ടമാണ്. അത് 3 നാളുകൾ നീണ്ടുനിന്ന പോരാട്ടം. അതിൽ 2ാം ദിവസമാണ് ഇന്ദ്രജിത്തിൻ്റെ അമ്പേറ്റ് ലക്ഷ്മണൻ യുദ്ധഭൂമിയിൽ വീഴുന്നത്. അടുത്ത സൂര്യോദയത്തിന് മുൻപ് മൃതസഞ്ജീവനി കൊണ്ടുവന്നില്ലെങ്കിൽ ലക്ഷ്മണൻ മരണപ്പെടുമായിരുന്നു. ഹനുമാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതം മുഴുവനായും കൊണ്ടുവന്ന് അതിൽ നിന്നും മൃതസഞ്ജീവനി എടുത്ത് ലക്ഷ്മണനെ രക്ഷിക്കുകയായിരുന്നു.
കുംഭയും രുദ്രയും സഞ്ജീവനി തേടിയാണ് യുദ്ധഭൂമിയിലേക്ക് ടൈം ട്രാവൽ നടത്തിയതെങ്കിൽ അവർ പോകേണ്ടത് കുംഭകർണനുമായുള്ള യുദ്ധം നടക്കുന്ന ദിവസമായിരുന്നില്ല. അതും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇത് മറ്റെന്തോ നേടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ തടയാനോ ആണ്. മാത്രമല്ല, ടൈം ട്രാവൽ മെഷീനൊക്കെ കിട്ടിയാൽ എന്തിനാണ് രാമരാവണ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്? സഞ്ജീവനി കിട്ടുന്ന മലയിലേക്ക് നേരെ പോയാൽ പോരെ. കുംഭയുടെ വീൽ ചെയറിൽ 4 റോബോട്ടിക് കൈകളുണ്ട്. അതിൽ ഒരെണ്ണം തുളച്ചു കയറുന്ന ഡ്രില്ലിംഗ് മെഷീൻ പോലെയുള്ള ഒരു കൈയാണ്. മറ്റേ കൈയിൽ ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാനുള്ളത് എന്തോ ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കൈകളുടെ ഉപയോഗം എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് കുംഭയുടെ വീൽ ചെയറിൽ. രുദ്രയും കുംഭയും ഹനുമാന്റെ വാലിലൂടെ പോകുന്ന സമയത്ത് തന്നെ കുംഭകർണന്റെ നേർക്ക് രാമൻ അമ്പ് തൊടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ കുംഭകർണനെ കൊല്ലുന്നത് തടയാനാണ് അവരുടെ യാത്ര എന്ന് പറയാൻ കഴിയില്ല. ഇനി കുംഭകർണന്റെ പുനർജന്മമാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ തൻ്റെ മരണം കാണുകയും ചെയ്യുന്ന രംഗം ഇതായിരിക്കും. ഈ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. രാമായണത്തിലെ കുംഭകർണൻ എന്ന ക്യാരക്ടർ സത്യത്തിൽ അനീതിയും അധർമ്മവും വെച്ച് പുലർത്തുന്ന ആളായിരുന്നില്ല. കഠിനമായ തപസ്സനുഷ്ഠിച്ച് കുംഭകർണൻ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ട വരം നിർദേവത്വം എന്ന ദേവകളെ സംഹരിക്കാനുള്ളതായിരുന്നു. എന്നാൽ വാഗ്ദേവതയായ സരസ്വതി ദേവി കുംഭകർണനെ കൊണ്ട് നിർദേവത്വത്തിന് പകരം നിദ്രാവത്വം എന്ന് പറയിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഉറങ്ങാനുള്ള വരം വേണമെന്നായിരുന്നു. അങ്ങനെ കുംഭകർണൻ 6 മാസം തുടർച്ചയായി ഉറങ്ങുവാൻ തുടങ്ങി. ഒരു ദിവസം എഴുന്നേൽക്കും, അന്ന് ഭക്ഷണം കഴിക്കും, വീണ്ടും ഉറങ്ങും. ഉറങ്ങുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഉണർത്തിയാൽ അന്ന് കുംഭകർണൻ മരണപ്പെടുകയും ചെയ്യും. രാമരാവണ യുദ്ധത്തിൻ്റെ 10ാം ദിനം രാവണൻ ഗത്യന്തരമില്ലാതെ കുംഭകർണനെ ഉണർത്തി. യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ കൊല്ലണം എന്ന് രാവണൻ കുംഭകർണനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുംഭകർണൻ രാവണനെ കുറ്റപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നും സീതാദേവി ലക്ഷ്മീദേവിയുടെ അവതാരമാണെന്നും പറഞ്ഞ് തിരുത്തുവാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ രാവണൻ അതിന് തയ്യാറായില്ല. സഹോദരനോടുള്ള കർത്തവ്യവും ഭക്തിയും കൊണ്ട് കുംഭകർണൻ യുദ്ധത്തിന് തയ്യാറാവുകയായിരുന്നു. യുദ്ധഭൂമിയിൽ വെച്ച് രാമലക്ഷ്മണന്മാരോട് പോരാടുന്നതിന് മുൻപ് തൻ്റെ സഹോദരൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് താൻ ബോധവാനാണെന്നും എന്നാൽ സഹോദരനോടുള്ള ഭക്തിയും വിശ്വാസവും കൊണ്ട് യുദ്ധം ചെയ്യുക എന്ന കർത്തവ്യം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് കുംഭകർണൻ ഏറ്റുപറഞ്ഞു. ശേഷം യുദ്ധം ചെയ്യുകയും അന്നേ ദിവസം തന്നെ ശ്രീരാമൻ്റെ അമ്പേറ്റ് കൈയും കാലും മുറിച്ചു മാറ്റപ്പെട്ട് അവസാനം ഇന്ദ്രാസ്ത്രമേറ്റ് മരിക്കുകയും ചെയ്തു. സിനിമയിലെ കുംഭ എന്ന പൃഥ്വിരാജിൻ്റെ വില്ലൻ ക്യാരക്ടർ പൂർണ്ണമായൊരു കൊടൂര വില്ലൻ മാത്രമായിരിക്കില്ല. വളരെ കോംപ്ലക്സ് ആയൊരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ രാമായണത്തിലെ കുംഭകർണനും വളരെ കോംപ്ലക്സ് ആയൊരു കഥാപാത്രം തന്നെയായിരുന്നു. പാഞ്ഞെടുക്കുന്ന രാക്ഷസന് നേരെ ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്ന ശ്രീരാമൻ്റെ അമ്പിൽ നിന്നും വിഷ്വൽസ് നേരെ മെർജ് ചെയ്യുന്നത് വാരണാസിയിലെ മണികർണിക ഘട്ടിലേക്കാണ്. വാരണാസിയിലെ ക്രമേഷൻ സെൻറ്റേഴ്സ് അഥവാ ശ്മശാന ഭൂമികളുടെ നിർമ്മാണങ്ങളൊക്കെ നടന്നത് പിന്നീടാണെങ്കിലും 512 CEയിൽ മണികർണിക ഘട്ട് ഉണ്ടായിരുന്നു. വാരണാസിയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പുരാതനമായ ക്രമേഷൻ സെൻറ്റർ ഇതാണ്. ഗംഗാനദിയിൽ നിന്നും ഒരു പോർട്ടൽ തുറന്ന് ആകാശത്ത് വലിയൊരു ഗർത്തമുണ്ടായി അതിലേക്ക് നീല വെളിച്ചം പായുന്നു. ശ്രീരാമൻ കുംഭകർണന് നേരെ തൊടുത്ത അസ്ത്രത്തിനും മണികർണിക ഘട്ടിലുണ്ടായ പോർട്ടലിനും ഒരേ വെളിച്ചമാണ്. ഇത് രണ്ടും ഒരേ ശക്തിയെ സൂചിപ്പിക്കുകയാവും. പോർട്ടൽ തുടങ്ങുന്നത് ഗംഗാനദിയിൽ നിന്നുമാണ്. അവിടെ നദിയുടെ അകത്തേക്ക് കിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള വസ്തുക്കൾ കാണാം. അതെല്ലാം കറങ്ങുന്നുണ്ട്. കറങ്ങുന്നതിനൊപ്പമാണ് പോർട്ടൽ തുറന്നിരിക്കുന്നത്. ശേഷം മുറിവേറ്റ രുദ്ര കയ്യിൽ തൃശൂലവും പിടിച്ച് ഒരു അമ്പലക്കാളയുടെ പുറത്ത് പാഞ്ഞു വരുന്നതാണ്. നന്ദികേശ്വരൻ്റെ പുറത്ത് കയറി വരുന്ന ശിവനെ സൂചിപ്പിക്കുന്ന രംഗമാണിത്. കയ്യിൽ പിടിച്ചിരിക്കുന്ന തൃശൂലം ചിന്നമസ്ത ദേവിയെ കാണിക്കുന്ന രംഗത്തിൽ താഴെയിരുന്ന് പൂജ ചെയ്യുന്ന തീക്കുണ്ടത്തിൻ്റെ അടുത്ത് കാണുന്ന അതേ തൃശൂലമാണ്. രുദ്ര പാഞ്ഞു വരുന്നത് വാരണാസിയിലാണ്. തീക്കുണ്ടത്തിൻ്റെ അടുത്ത് പൂജ ചെയ്തിരുന്ന അതേ മഹർഷിയെ ടീസറിൻ്റെ തുടക്കത്തിൽ 512 CEയിൽ വാരണാസിയിൽ പൂജ ചെയ്തിരുന്നതായും കാണാം. വാരണാസിയുടെ ടൈറ്റിൽ ഭൂമിയെയും ചന്ദ്രനെയും കാണാം. ആസ്ട്രോയിഡ് വന്ന് പതിക്കുന്നത് ഒരു ക്ലോക്കിലെ സൂചിയെ പോലെയാണ്. ടാഗ് ലൈൻ തന്നെ ഗ്ലോബ് ട്രോട്ടർ അഥവാ ലോകസഞ്ചാരി, ടൈം ട്രോട്ടർ അഥവാ സമയസഞ്ചാരി എന്നുമാണ്. അപ്പോൾ ടൈം ട്രാവൽ കൺഫേം ആണ്. ക്രിസ്ത്യൻ എറ 2027 നിന്നും ബിഫോർ ക്രിസ്ത്യൻ എറ 7200 വരെ, അതായത് കലിയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്ക് ടൈം ട്രാവൽ. ടൈറ്റിലെ വാരണാസി എന്ന എഴുത്തിലെ 2 A ലെറ്ററുകളുടെ മുകളിലായി ടിൽഡെ ചിഹ്നത്തെ ശ്രീരാമൻ്റെ സൈന്യത്തിൻ്റെ കൊടിയടയാളമാക്കി മാറ്റിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ടീസറിൽ നിന്നും എനിക്ക് തോന്നിയൊരു കഥ പറയാം. ഇതായിരിക്കും സിനിമയുടെ കഥയെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ മോശമല്ലാത്തൊരു കഥ മനസ്സിൽ തോന്നിയതുകൊണ്ട് പങ്കുവയ്ക്കുന്നു. 512 CEയിൽ ഗുപ്ത കാലഘട്ടത്തിന് ശേഷം വാരണാസിയുടെ ഭരണം തദ്ദേശീയരായ ബ്രാഹ്മണരിലേക്ക് എത്തുന്നു. ശിവനെ ആരാധിച്ചിരുന്ന ബ്രാഹ്മണർ തങ്ങളുടെ നേട്ടങ്ങൾക്കായി ശിവനെ പ്രീതിപ്പെടുത്തുവാൻ യാഗം നടത്തുന്നു. ആ യാഗത്തിൻ്റെ ഫലമായി ഒരു അശരീരി മുഴങ്ങുന്നു. 1515 വർഷങ്ങൾക്ക് ശേഷം ശിവനിൽ നിന്നും ഉത്ഭവിച്ച മറ്റൊരു ലോകത്തിൽ നിന്നുള്ള ഒരു വസ്തു ഭൂമിയിലേക്ക് വരും. ആ വസ്തുവിൽ ശിവ തേജസ്സും ദൈവികമായ ശക്തിയും ഉൾക്കൊണ്ടിരിക്കും. അതിനെ തേടിയെടുത്ത് വാരണാസിയിലേക്ക് കൊണ്ടുവരിക. 2027 CEയിൽ ഭൂമിയിൽ പതിക്കുന്ന ആസ്ട്രോയിഡ് ശംഭാവിയിലാണ് ആ വസ്തു. ശംഭാവി എന്ന വാക്കിൻ്റെ അർത്ഥം ശിവനിൽ നിന്നും ഉണ്ടായതെന്നാണ്.
ഭൂമിയിൽ ഇന്ത്യയിലെ ഉഗ്രപെട്ടി ഗുഹ, ആഫ്രിക്കയിലെ അംബോസിലി വനം, അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫ് എന്നിവിടങ്ങളിലാണ് അസ്ട്രോയിഡിൻ്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചത്. 512 CEയിൽ വാരണാസിയിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണരിൽ ഒരാളുടെ പിന്മുറക്കാരനായ രുദ്രയോടൊപ്പം ആ ശക്തി സ്വന്തമാക്കാൻ സയൻറ്റിസ്റ്റായ കുംഭ തീരുമാനിക്കുന്നു. എന്നാൽ കുംഭയെ പറ്റിച്ച് പലപ്പോഴായി രുദ്ര ഈ സ്ഥലങ്ങളിൽ ആദ്യം ചെല്ലുന്നു. ഓരോ ഇടങ്ങളിൽ നിന്നും ലഭിച്ച ശംഭാവിയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അവസാനം ശിവശക്തി തയ്യാറാക്കുന്നു. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഉപയോഗം തിരിച്ചറിയാതെ രുദ്രയും കുംഭയും അതിൻ്റെ മാന്ത്രിക ശക്തിയിൽ അകപ്പെടുമ്പോൾ ഒരു നിമിഷത്തേക്ക് അവർ അവരുടെ ഭൂതകാലത്തേക്ക് പോകുന്നു. ത്രേതായുഗത്തിൽ രുദ്ര ശ്രീരാമനായിരുന്നു, കുംഭ കുംഭകർണനായിരുന്നു. ശ്രീരാമൻ കുംഭകർണനെ കൊല്ലുന്നത് രുദ്രയും കുംഭയും കാണുന്നു. കുംഭയെ കൊല്ലേണ്ടത് താനാണെന്ന് രുദ്ര തിരിച്ചറിയുന്നു. കലിയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലെത്തിയ മനുഷ്യരെ തിരിച്ചറിഞ്ഞ ശ്രീരാമൻ മറ്റൊരു അസ്ത്രം തൊടുത്ത് രണ്ടുപേരെയും വാരണാസിയിലേക്ക് തിരിച്ചയക്കുന്നു. തുടർന്ന് നടക്കുന്ന പോരാട്ടത്തിൽ രുദ്ര കുംഭയെ കൊല്ലുന്നു. കുംഭയുടെ നീക്കങ്ങൾ അറിയാവുന്ന കുംഭയുടെ കൂടെയുള്ള ഒരു ഗവൺമെൻറ് ഓഫീസർ അല്ലെങ്കിൽ മറ്റൊരു സയൻറ്റിസ്റ്റ് ആവാം മന്ദാകിനി. രുദ്രയോടൊപ്പം മന്ദാകിനിയും ഈ വസ്തുക്കൾ അന്വേഷിക്കാൻ കൂടെ പോകുന്നുണ്ട്. ഇനിയും 2 വർഷമുണ്ട് സിനിമ ഇറങ്ങാൻ. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീകോഡ് ചെയ്യാൻ കഴിയും. എന്തായാലും ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഞെട്ടിച്ചിട്ടുണ്ട്. സോ സിനിമയും ഞെട്ടിക്കും എന്നുറപ്പാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.